പെരുന്നാട് ജിതിൻ കൊലപാതക കേസിലെ വിഷ്ണു സംഘപരിവാർ പ്രവർത്തകനെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത്. വിഷ്ണുവിന് RSSുമായി ബന്ധമില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയാണ് ചിത്രങ്ങൾ പുറത്തുവരുന്നത്. വിഷ്ണു പ്രദേശത്തെ പ്രമുഖ RSS പ്രവർത്തകനെന്ന് CPM നേതാക്കൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. സുജു ടി ബാബു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട്, ജിതിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അത് ചെയ്തത് DYFI പ്രവർത്തകർ തന്നെയാണ്, CPM പ്രവർത്തകർ തന്നെയാണ് എന്ന തരത്തിൽ അത് CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും മേൽ കെട്ടിച്ചാരി വെക്കാനുള്ള നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് പ്രധാന പ്രതിയായ വിഷ്ണു സംഘപരിവാറുകാരൻ തന്നെയെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തുവരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലെ വാദങ്ങൾ, അത് വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഇതിന് കുടപിടിക്കുന്ന ആളുകൾക്കും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചിത്രങ്ങൾ പുറത്തുവിടുന്നത്. വിഷ്ണുവിൻ്റെ സംഘപരിവാർ ബന്ധം ഉറപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന. ഇതിൽ നിന്ന് വ്യക്തമാണ് വിഷ്ണു സംഘപരിവാർക്ക് അനുകൂലിയാണ്, സംഘപരിവാറിൻ്റെ പ്രവർത്തകനാണെന്നുള്ള കാര്യം. ഇന്നലെ ഇക്കാര്യത്തിൽ വിഷ്ണുവിനെ നേരിട്ടറിയാവുന്ന ആളുകൾ, ഒരുപക്ഷെ കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശകലനം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടത് വിഷ്ണുവിനെ നേരിട്ടറിയാവുന്ന ആളുകളാണ് പെരുന്നാട്ടിലുള്ളവർ. ആ ആളുകൾ തന്നെയാണ് വിഷ്ണുവിൻ്റെ സംഘപരിവാർ ബന്ധവും വിഷ്ണു RSS പ്രവർത്തകരാണെന്ന് ചൂണ്ടിക്കാട്ടിയത്. അവിടെ കാലാകാലങ്ങളിൽ RSSുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ CPMുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന വ്യക്തി കൂടിയാണ് വിഷ്ണു. മാത്രമല്ല, വിഷ്ണുവാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ സംഘപരിവാറിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്ന വ്യക്തിയെന്നും ഇന്നലെ തന്നെ പെരുന്നാട്ടിലെ DYFI പ്രവർത്തകരും CPIMന്റെ നേതാക്കളും കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്നലെ നടന്ന പെരുന്നാട്ടിലെ വലിയ പ്രതിഷേധ പ്രകടനത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നടത്തിയൊരു പ്രതിഷേധ പ്രകടനമുണ്ട്. അതെല്ലാം സൂചിപ്പിക്കുന്ന പ്രതികൾക്കെതിരായി പെരുന്നാട്ടിൽ നിന്നുയരുന്ന ജനരോക്ഷവും പ്രതിഷേധവും തന്നെയാണ്. അതെല്ലാം നിലനിൽക്കുകയാണ്. ഒരു പറ്റം മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും BJPയും സംഘടിതമായി ചേർന്നുകൊണ്ട് ഇതിന് ഇന്നലെ നമുക്കറിയാം, ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു അരുംകൊല, ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം VD സതീശിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആരായുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തേയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതായത് പ്രതിസ്ഥാനത്ത് BJPയും RSS പ്രവർത്തകരും വരുമ്പോൾ ആ കൊലപാതകത്തെ പറ്റി ഒരു കാര്യം പോലും അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ സംഭവത്തെ പോലും പർവ്വതീകരിച്ചുകൊണ്ട് നിയമസഭയിൽ വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും അത് അടിയന്തര പ്രമേയത്തിലേക്ക് എത്തിക്കുവാനൊക്കെ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് പത്തനംതിട്ടയിൽ നടന്ന കൊലയെപ്പറ്റി അറിയില്ലെന്ന് പറയുന്ന. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തുനിന്ന് കൊലപാതകം നടത്തുമ്പോൾ അതിനെ വെള്ളപൂശാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു. അതിന് മൗന അനുമതി UDFും കോൺഗ്രസ് നേതാക്കളും നൽകുന്ന കാഴ്ചയാണ്. എന്തായാലും ഇത്തരം ആളുകളെല്ലാം വാദങ്ങൾ പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ എല്ലാം വ്യക്തമാണ് വിഷ്ണു സംഘപരിവാർ അനുകൂലിയാണ്, സംഘപരിവാർ പ്രവർത്തകനാണെന്നുള്ള കാര്യവും ഇപ്പോൾ ചിത്രങ്ങൾ പുറത്തു വന്നതിലൂടെ തന്നെ വ്യക്തമാകുകയാണ് വിനീഷ. സുജു, അതിനിടയിൽ ഇത് തീർത്തും വ്യക്തിപരമായ പ്രശ്നമാണ്. അതായത് ജിതിനും വിഷ്ണുവും തമ്മിൽ ഉണ്ടായ ഒരു വ്യക്തിപരമായ പ്രശ്നത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് സംഭവം എത്തിച്ചത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. നിഷ്ഠൂരമായി സംഘപരിവാറിന്റെ കൊലക്കത്തിക്ക് ഇരയായത് തന്നെയാണ് ജിതിൻ. തീർച്ചയായിട്ടും അത് തന്നെ ഇന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം രാവിലെ ആവർത്തിച്ച് പറയുകയും ചെയ്തു, രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങൾക്കും ചില ആളുകൾക്കും രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് രണ്ട് പക്ഷത്തു നിന്നും ആളുകൾ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടി തല്ലി അങ്ങനെ ഒരു മരണം ഉണ്ടായാൽ മാത്രമേ രാഷ്ട്രീയ കൊലപാതകം എന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് ചില ആളുകളുടെ പ്രതികരണം. എന്നാൽ കേരളത്തിൻ്റെ അനുഭവങ്ങൾ മുമ്പുള്ള സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്കറിയാം കൃത്യമായി ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നവർ അവർ കൊടിയൊക്കെ വെച്ചുകൊണ്ടല്ല ഇപ്പോൾ കൊലപ്പെടുത്തുന്ന അത്തരമൊരു സംഭവമല്ലല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ ഒരു രീതി ചിന്തിച്ചാൽ സാമാന്യ യുക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ചില ആളുകളുടെ പ്രതികരണവും ചില ചോദ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ രാവിലെ കൃത്യമായി തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പെരുന്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്ത തർക്കം മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യവും വ്യക്തമാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് BMS തൊഴിലാളികളും CIT പ്രവർത്തകരുമുള്ള തർക്കം, അതിലെങ്ങനെയാണ് ജിതിന് ആ വിഷയത്തിൽ ഇതിനിടപെടുന്നത്, അതുപോലെ തന്നെ മറുഭാഗത്ത് വിഷ്ണു അതിലെങ്ങനെയാണ് ഈ സംഘപരിവാർ പ്രവർത്തകർക്ക് വേണ്ടി എത്തുന്നുള്ള കാര്യവും വ്യക്തമാണ്. ഇതെല്ലാം തന്നെ ഇന്നലെ തന്നെ ആ നാട്ടിലെ ആളുകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. അതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് ഇതൊരു വ്യക്തിപരമായ ഏതോ തർക്കം അല്ലെങ്കിൽ ഇന്നലെ പൊടുന്നനെ ഉണ്ടായ ഒരു വിഷയം എന്ന് ചൂണ്ടിക്കാട്ടുന്ന നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നലെ പെട്ടെന്നുണ്ടായൊരു തർക്കമാണെങ്കിൽ അവിടേക്ക് എങ്ങനെയാണ് ഈ പ്രതി വിഷ്ണു കൊലക്കത്തിയായി എത്തുന്നു? മാത്രമല്ല, എത്തുമ്പോൾ പോലീസിൻ്റെ FIR കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ സാക്ഷിമൊഴികളുടെയും CCTV
CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യക്തമാണ്. കുത്തട കൊല്ലട എന്നൊക്കെ ആക്രോശിച്ച് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മുൻകൂട്ടി കരുതിയതാണെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ആസൂത്രിത കൊലപാതകം എന്ന കാര്യത്തിൽ ഒരു സംശയം പോലീസിനില്ല, അല്ലെങ്കിൽ ആ സംശയം CPM ഉന്നയിക്കുന്നുമില്ല. കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് പാർട്ടി നേതൃത്വവും. വിനീഷ.